എല്ലാവർക്കും നമസ്കാരം. ജീവിതം എപ്പോഴും സ്മൂത്തായി മുമ്പോട്ട് പോകണമെന്നില്ല. ടഫ് ടൈം, കഠിനമായ ചില നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടാകാം. ഉള്ളിലെ പ്രത്യാശയുടെ വിളക്കണഞ്ഞു പോയാൽ കഠിന സമയത്ത് നമ്മൾ തളർന്നു പോകും. വിക്ടർ ഹ്യൂഗോയുടെ വാക്കുകൾ, ഈവൻ ദ ഡാർക്കസ്റ്റ് നൈറ്റ് വിൽ എൻഡ് വിത്ത് ദ സൺ വിൽ റൈസ്. എല്ലാ ഇരുണ്ട രാത്രിക്കും ഒരവസാനമുണ്ട്. സൂര്യൻ വരുവോളം മാത്രമേ ഇരുട്ടിന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് എത്ര കനത്ത ഇരുട്ടുള്ള രാത്രിയും പുലരിയോടുകൂടി അവസാനിക്കും. ജീവിതത്തിലെ ഈ ടഫ് ടൈം അഥവാ കഠിന നിമിഷങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? മാക്സിം ലഗേസ് എഴുതുന്നു, You need hard times to become strong. Otherwise, you stay weak. കഠിനമായ നിമിഷങ്ങൾ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നത് നമ്മൾ ശക്തരാകാൻ വേണ്ടിയാണ്. അതിനെ അഭിമുഖീകരിക്കാത്തവർ എപ്പോഴും ദുർബലരായിരിക്കും. കഠിന നിമിഷങ്ങളിൽ നമ്മളെ നിലനിൽക്കാൻ സഹായിക്കുന്നത് എന്താണ്? ചാൾസ് ഡി ഗാവലെ എഴുതുന്നു, Character is the virtue of hard times. നമ്മുടെ സ്വഭാവം, ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന മൂല്യങ്ങൾ ജീവിതത്തിലെ പരീക്ഷണ സമയങ്ങളിൽ നമുക്ക് വിളക്കായി ഉപകരിക്കും. ഒരു ചിന്ത ഇങ്ങനെയാണ്, സ്ട്രെങ്ത് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് സ്ട്രഗിൾ. ഇന്ന് നമ്മളിൽ എന്തെങ്കിലും കരുത്ത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് സമ്മാനിച്ചത് നമ്മൾ നേരിട്ട കഠിന വഴികളാണ്. നന്നായി പ്രാർത്ഥിക്കണം. ആഴമേറിയ വിശ്വാസ ജീവിതം നമുക്കുണ്ടാകണം. കഠിന പരീക്ഷണങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്കൊപ്പം നമ്മുടെ കർത്താവുണ്ട്. ആ ആത്മവിശ്വാസത്തിന്മേലായിരിക്കണം ജീവിതമാകുന്ന വീട് നമ്മൾ പണിതുയർത്തേണ്ടത്. യെശയ്യാ പ്രവചനം 43 അധ്യായം 2 വാക്യം, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികൾ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിങ്കലേക്ക് ഉയർത്താം. കരുണമയനായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ജീവിത വഴികളിൽ കല്ലും മുള്ളും നിറഞ്ഞ പാതകളുണ്ട്. അവയെ അതിജീവിപ്പാൻ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണമേ. ജീവിതത്തിൻ്റെ കഠിന വഴികൾ താണ്ടുമ്പോൾ ഞങ്ങൾ കൂടുതൽ കരുത്തുള്ളവരായിത്തീരുന്നു. അതുകൊണ്ട് സഹനങ്ങൾ തളരാനുള്ള അവസരമല്ല, മികവിലേക്ക് സഞ്ചരിക്കുവാൻ ദൈവം തന്ന കൃപയാണ്. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.